രഞ്ജിത്ത് അസോസിയേറ്റ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് ചൈനയിലാണ്. ചൈനയിലെ ഒരു ലൈറ്റ് മാർക്കറ്റിലാണ് നമ്മളുള്ളത്. ഉജ്ജയിലുള്ള ലൈറ്റ് സിറ്റിയിലുള്ള ഒരു ലൈറ്റ് ഷോപ്പില് ട്രാക്ക് ലൈറ്റുകൾ സെലക്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നതാണ്. ട്രാക്ക് ലൈറ്റുകൾ ഇപ്പൊ നമുക്ക് ട്രെൻഡിങ് ലൈറ്റിംഗ് മെത്തേഡാണ്. ഇപ്പോൾ ട്രാക്ക് ലൈറ്റുകൾ ഷോപ്പ് ഒന്ന് കാണാം. നമ്മളിപ്പം ചൈനയിലെ ഒരു ട്രാക്ക് ലൈറ്റുകൾ ഡീൽ ചെയ്യുന്ന ഒരു ഷോപ്പിലാണുള്ളത്. നമ്മൾ ട്രാക്ക് ലൈറ്റുകൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ബേസിക്കലി 3 ടൈപ്പ് ട്രാക്ക് ലൈറ്റ് ഉണ്ടെന്ന് പറയാം. ഒന്ന് നമ്മുടെ ഫോൾ സീലിംഗിന്റെ, ഇപ്പം സീലിംഗിലാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ ട്രാക്ക് ലൈറ്റുകൾ നമുക്ക് സീലിംഗിലും വോളിലും ഒക്കെ ഫിക്സ് ചെയ്യാം. സീലിംഗിലാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ ഫോൾ സീലിംഗിന്റെ അകത്തേക്ക് കട്ട് ചെയ്യില്ല. ഫോൾ സീലിംഗിൽ ഒരു കട്ടിംഗ് ഉണ്ടാക്കി അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്ന ഒരു മെത്തേഡുണ്ട്. ഫോൾ സീലിംഗിന്റെ താഴെ ഫിക്സ് ചെയ്ത് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ടൈപ്പിൽ വെക്കുന്നുണ്ട്. ഇതിന് രണ്ടിനും ഇടയ്ക്ക് ഫോൾ സീലിംഗിന്റെ താഴെ തന്നെ വളരെ സ്ലിം ആയിട്ട് കനം കുറഞ്ഞ രീതിയിലുള്ള ട്രാക്കിൽ വെക്കുന്ന ട്രാക്ക് ലൈറ്റും ഉണ്ട്. ട്രാക്ക് ലൈറ്റുകൾ വർക്ക് ചെയ്യുന്നത് ബേസിക്കലി ഒരു റെയിൽവേ ട്രാക്കിനെ നമുക്ക് ഇമാജിൻ ചെയ്യാം. ട്രാക്ക് ലൈറ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് ഒരു റെയിൽവേ ട്രാക്ക് ആണെന്ന് വിചാരിക്കും. റെയിൽവേ ട്രാക്കിൽ മെറ്റലിന്റെ 2 ട്രാക്ക് ഉണ്ട്. അതേപോലെ ഈ ട്രാക്ക് ലൈറ്റിലും 2 കോപ്പറിന്റെ 2 ട്രാക്ക് ഉണ്ട്. ആ കോപ്പറിന്റെ ട്രാക്കിലേക്ക് അലൂമിനിയത്തിന്റെ ഒരു ലെങ്തിലുള്ള ഒരു പ്രൊഫൈല്, ഇതുപോലുള്ള അലൂമിനിയത്തിന്റെ ഒരു പ്രൊഫൈല്, ആ പ്രൊഫൈലിലാണ് ഈ ട്രാക്ക്, ഇതിനെയാണ് ട്രാക്ക് എന്ന് പറയുന്നത്. ഇതിലേക്ക് കാണുന്ന ഈ 2 കോപ്പറിന്റെ ട്രാക്കിനെയാണ് റെയിൽവേ ട്രാക്കായിട്ട് കമ്പയർ ചെയ്തത്. ഇതിലാണ് ഈ 2 കോപ്പർ ലൈനിലാണ് ഇതിന് പവർ കിട്ടുന്നത്. അപ്പൊ ഇതിലേക്ക് പവർ സപ്ലൈ ചെയ്യുന്നത് ഈ ഡ്രൈവ് ഇതിൽ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന DC വോൾട്ട് ഈ ട്രാക്കിലൂടെ പാസ് ചെയ്യുകയും ഈ ട്രാക്കിനെ നമ്മൾ ഒരു റൂമിലെ ഒരു റെക്ടാംഗിൾ ഷേപ്പിലോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഈ ട്രാക്കിനെ സെറ്റ് ചെയ്യാം. ആ ട്രാക്ക് ഒരു സ്ട്രെയിറ്റ് ട്രാക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു L ഷേപ്പ് ആക്കാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് റെക്ടാംഗിൾ ആക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ട്രാക്കിലേക്ക് ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഡ്രൈവില് പവർ കൊടുത്തു കഴിഞ്ഞാൽ ആ പവർ ഈ റെക്ടാംഗിൾ ഷേപ്പില് ഫുൾ റെക്ടാംഗിൾ ആയിട്ട്, അല്ലെങ്കിൽ ഈ ട്രാക്ക് എങ്ങനെയൊക്കെ പോയിട്ടുണ്ടോ അതിലെല്ലാം നമുക്ക് പവർ കിട്ടും. ഇനി നമുക്ക് ആ ട്രാക്കിലേക്ക് ഇതുപോലെയുള്ള ലൈറ്റുകൾ, ലീനിയർ ലൈറ്റ് ആണ്, ഇതിനെ ബ്ലേഡ് ലൈറ്റ്സ് എന്ന് ആണ് പറയുന്നത്. ഈ ലൈറ്റ് ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനൊരു മാഗ്നറ്റിക് ട്രാക്ക് ലൈറ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു മാഗ്നറ്റിക് പീസ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിനൊരു ലോക്കും ഉണ്ട്. ഇതിനെ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അത് ആ മാഗ്നറ്റിക് അത് ക്യാച്ച് ചെയ്യും, ലോക്ക് ചെയ്ത് നിൽക്കും. അപ്പൊ ഇതിന് ഈ കോപ്പർ ലൈൻസിൽ നിന്ന് പവർ കിട്ടുന്നതുകൊണ്ട് ഈ ലൈറ്റ് വർക്ക് ചെയ്യും. അപ്പം ട്രാക്ക് ലൈറ്റുകളുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ വേണമെങ്കിലും വെക്കാം, ഇതിനെ നമുക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി വെക്കാം, അല്ലെങ്കിൽ ഇതിനെ ഇവിടെ എടുത്തിട്ട് അടുത്ത ഒരു ട്രാക്കിലേക്ക് കൊടുക്കാം. അപ്പൊ ഒരു റൂമില്, നമ്മുടെ ഒരു വീടിന്റെ ഒരു റൂമില് നമ്മൾ ഒരു റെക്ടാംഗിൾ ട്രാക്ക് ഉണ്ടാക്കി വെച്ചാൽ ആ റൂമിന്റെ ലൈറ്റിങ്ങിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റും. ഇതുപോലെയുള്ള ബ്ലേഡ് ലൈറ്റുകൾ നമുക്കൊരു റൂമിലേക്ക് ചിലപ്പോൾ ഒരു 6 എണ്ണം അല്ലെങ്കിൽ 8 എണ്ണം വേണ്ടി വരും. നമുക്ക് എത്ര ലൈറ്റ് വേണം എന്നുള്ളതിനനുസരിച്ച് ഇത് 10 വാട്ട്സിന്റെ 20 വാട്ട്സിന്റെ ഒക്കെ അവൈലബിൾ ആണ്. ഇത് വാങ്ങിച്ചിട്ട് നമ്മളൊരു സ്ഥലത്ത് ഫിക്സ് ചെയ്താൽ ആ ലൈറ്റ് പോരാന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ എക്സ്ട്രാ ബ്ലേഡ് ലൈറ്റ്സ് വാങ്ങിച്ചിട്ട് ഈ ട്രാക്കിലേക്ക് പ്രസ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ നമ്പർ ആക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് പൊസിഷനെ ഒന്ന് മാറ്റിയിട്ട് ആ ലൈറ്റിങ്ങിനെ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ പല മെത്തേഡ്സിൽ ഇതിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലൈറ്റിംഗ് മെത്തേഡാണ് ഈ ട്രാക്ക് ലൈറ്റ് കൊണ്ട് കിട്ടുന്നത്. അങ്ങനെ ചെയ്യുന്ന ട്രാക്ക് ലൈറ്റിൽ ഇതേപോലെയുള്ള ഫോക്കസ് ലൈറ്റുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഈ ഫോക്കസ് ലൈറ്റുകൾ നമുക്ക് ഏതെങ്കിലും ഒരു വാളിലേക്ക്, അല്ലെങ്കിൽ ഒരു പിക്ചർ ഉണ്ട്, ആ പിക്ചറിലേക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് കൊടുത്താൽ മതി. ഇത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ലെൻസ് പല ടൈപ്പിലുള്ളതുകൊണ്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ലൈറ്റും വൈഡ് ആയിട്ട് വരുന്ന ലൈറ്റുകളും ഒക്കെ അവൈലബിൾ ആണ്. ഈ രീതിയിലുള്ള ലൈറ്റുകളെ നമുക്ക് ആവശ്യാനുസരണം പിന്നീട് ആഡ് ചെയ്യാം. നമ്മളൊരു പുതിയതായിട്ടൊരു വാളിലേക്ക് ഒരു പെയിന്റിങ്, ഒരു ആർട്ട് വർക്ക് വെക്കുവാണെങ്കിൽ അപ്പൊ അത് ആ സമയത്ത് മാത്രം ലൈറ്റ് വാങ്ങിച്ചിട്ട് പ്രസ് ചെയ്ത് വെച്ചാൽ നമുക്ക് അതിനെ ഹൈലൈറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഈ ട്രാക്ക് ലൈറ്റിലുണ്ട്. അങ്ങനെയുള്ള ട്രാക്ക് ലൈറ്റിന്റെ കൺസീൽഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഫോൾ സീലിംഗ് എന്ന് വിചാരിക്കുക. ഫോൾ സീലിംഗ് ആണെങ്കിൽ ഇത് ഫോൾ സീലിംഗിന്റെ ലെവൽ, അതായത് ഇതിന്റെ ട്രാക്കുകളെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതിൽ ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് അതിന്റെ തന്നെ ഒരു സ്ലിം ആയിട്ടുള്ള മോഡലാണ്. ഇത് വേറൊരു മെത്തേഡാണ്. ഇത് ജിപ്സം ബോർഡ് സീലിംഗിൽ കട്ടിംഗ് ഉണ്ടാക്കിയിട്ട് ഈ കട്ടിങ്ങിലൂടെ ഇതുപോലെ സ്ക്രൂ ചെയ്യുകയും
ആ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ പുട്ടിയിട്ട് ഇവിടെയും ഇതിലേക്ക് മുകളിലേക്കും പുട്ടിയിട്ട് ഫിനിഷ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ കാണുന്നത്. അങ്ങനെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ട്രാക്ക് മാത്രമേ വിസിബിൾ ആവത്തുള്ളൂ. ഒരേ മെത്തേഡ് തന്നെയാണ്, പല ഡിസൈനിന് പല ഷേപ്സിനാണെന്നേ ഉള്ളൂ. ഇതിനെല്ലാം തന്നെ ഇവിടെ സ്ക്രൂ ചെയ്യുകയും പുട്ടിയിടുകയും ചെയ്യുന്ന മെത്തേഡ് തന്നെ. ഇത് അതേപോലെയുള്ള ഒരു സ്ലിം ആയിട്ടുള്ള ഒരു ട്രാക്കാണ്. ഇനി ഈ ട്രാക്കിൽ കൊടുക്കാൻ പറ്റുന്ന വേറൊരു ഇതുപോലെയുള്ള ഞാൻ ഈ പറഞ്ഞ ബ്ലേഡ് ലൈറ്റുകൾ പോലെ തന്നെയുള്ള വേറൊരു ലൈറ്റ്സ് ആണ് ഇതുപോലെയുള്ള സ്പോട്ട് ആയിട്ടുള്ള ലൈറ്റുകൾ. ഇതുപോലെ ഡിഫ്യൂസറുള്ള നമുക്കധികം ഗ്ലെയർ തോന്നാത്ത ലൈറ്റ്, പിന്നെ ഇതുപോലെയുള്ള അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഫോക്കസ് ലൈറ്റുകൾ. ഇതെല്ലാമാണ് ട്രാക്ക് ലൈറ്റിലുള്ള ഓപ്ഷൻസ്. ട്രാക്ക് ലൈറ്റിലുള്ള വേറൊരു ഓപ്ഷനാണ് സ്ലിം ആയിട്ടുള്ള ട്രാക്ക് ലൈറ്റ്. ഇത് ഫോൾ സീലിംഗിൽ താഴെ നിന്ന് നമുക്കിവിടെ സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യാം. ഇത്രയും തിക്നെസ്, ഒരു 5 അല്ലെങ്കിൽ 6 mm തിക്നെസ് മാത്രമേ നമുക്ക് വിസിബിൾ ആവത്തുള്ളൂ. ഇതുപോലുള്ള ഡ്രൈവിന് ഇതാണ് പവർ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഫോൾ സീലിംഗിന്റെ അകത്ത് നമ്മൾ ഇലക്ട്രിക്കൽ വയറിംഗ് ചെയ്തിരിക്കുന്ന ആ വയറിനെ ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതിലേക്ക് എ സി വോൾട്ട് വരികയും അത് DC വോൾട്ടായിട്ട് ഈ ഡ്രൈവ് കൺവേർട്ട് ചെയ്യുകയും ആ ഡ്രൈവിന്റെ ഈ 2 പോയിന്റിലൂടെ അത് ഈ 2 പോയിന്റ് ഈ കോപ്പറിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ആ AC വോൾട്ട് DC ആയി മാറി ഇതിലേക്ക് വരികയും ചെയ്യും. ഇത് ഇതുപോലെ പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതിനെ റിലീസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് റിലീസ് ചെയ്യാൻ നമുക്ക് റിലീസ് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പവർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യാനുസരണം ഈ ലീനിയർ ഈ ബ്ലേഡ് ലൈറ്റുകളെ നമുക്ക് ഇതിൽ ഫിക്സ് ചെയ്യാം. ഇതിങ്ങനെ ഇവിടെ ഒരു ലോക്കിംഗ് മെക്കാനിസം ആണുള്ളത്. ഇത് ഫിക്സ് ആയി ഇതിങ്ങനെ വന്ന് ഇതൊരു കോർണർ കണക്ഷൻ ആണ് ഇത് വെച്ചിരിക്കുന്നത്. നമുക്കൊരു റൂമിൽ റെക്ടാംഗിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു പീസും ഈ കോർണർ ഇട്ടിട്ട് ഇത് റെക്ടാംഗിൾ ആക്കി ചതുരത്തിലോ ട്രയാംഗിളായിട്ടോ അല്ലെങ്കിൽ ഒരു വേറൊരു ഷേപ്പിലോ റൂമിന്റെ ഷേപ്പ് എങ്ങനെയാണോ ആ ഷേപ്പിലോ ഒക്കെ നമുക്കിതിനെ ചെയ്യാൻ പറ്റും. ഇതുപോലെ ട്രാക്ക് ലൈറ്റിന്റെ കൂടെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെയുള്ള ഫോക്കസ് ലൈറ്റുകൾ നമുക്ക് ഇതുപോലെ ഇതിലേക്ക് പ്രസ് ചെയ്ത് വെക്കാം. ഇതിൽ തന്നെയുള്ള ഹാങ്ങിങ് ലൈറ്റുകളും ഒക്കെ അവൈലബിൾ ആണ്. ഇതിൽ സീലിംഗിൽ ആ റൗണ്ട് ഷേപ്പിൽ ചെയ്തിരിക്കുന്നതാണ് കൺസീൽഡ് ആയ ട്രാക്ക് ലൈറ്റ്. ട്രാക്ക് ലൈറ്റ് തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ട്രാക്ക് ലൈറ്റ് എന്ന് പറയുന്നത് ഇത് കൺസീൽഡ് ആയിട്ടുള്ള ഒരു ട്രാക്ക് ലൈറ്റ് ആണ്. ഈ കാണുന്ന എല്ലാം പ്രൊഫൈൽ ലൈറ്റുകളാണ്. ക്യാബിനറ്റിന്റെ അകത്ത് വെക്കാൻ ഉള്ള ലൈറ്റുകളാണ്. ഇതൊരു ക്യാബിനറ്റ്, ഒരു വാർഡ്രോബോ അല്ലെങ്കിൽ കിച്ചന്റെ ഒരു ക്യാബിനറ്റോ ആണെങ്കിൽ ആ ക്യാബിനറ്റിന്റെ അകത്ത് കിട്ടാനുള്ള അകത്ത് ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയുള്ള ലൈറ്റുകളാണ്. ഇത് ബേസിക്കലി ഒരു അലൂമിനിയം പ്രൊഫൈൽ, അതിലൊരു LED ലൈറ്റ് സ്ട്രിപ്പ്, പിന്നെ അതിനൊരു ഡിഫ്യൂസർ കവർ, ഇതുപോലെ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്തിടാൻ പറ്റുന്ന, ഇതുപോലെ ഇതെടുക്കാൻ പറ്റുന്നതാണ്. ഇതൊരു പ്രസ് ചെയ്തും തിരിച്ച് ലോക്ക് ചെയ്തിടാൻ പറ്റുന്ന ഒരു കവർ. ഇങ്ങനെയുള്ള ലൈറ്റുകളാണിത്. ഇത് അലൂമിനിയം പ്രൊഫൈലിന്റെ അകത്ത് ഫിക്സ് ചെയ്ത് ഇതിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ താഴെ നോക്കുമ്പോൾ ലൈറ്റ് വളരെ ഈവൻ ആയിട്ട് കാണും. ലൈറ്റിന്റെ സ്പോട്ട് ഒന്നും കാണാം. ഇത് കൺസീൽ ചെയ്ത് ഇങ്ങനെ അകത്ത് വെക്കാവുന്നതുകൊണ്ട്, ക്യാബിനറ്റിനകത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കാവുന്നതുകൊണ്ട്, പല വീതിയിലെ പ്രൊജക്ഷനിലുള്ളതുണ്ട്. ഇതേപോലെ കൺസീൽ ചെയ്യാവുന്നതും പ്രൊജക്ട് ചെയ്യാവുന്നതുമുണ്ട്. അതിന്റെ തന്നെ വളരെ വീതി കുറഞ്ഞത്, വീതി കൂടിയത്, ഇത് കൺസീലായിട്ട് തന്നെ വരുന്നതാണ്. പക്ഷേ ലൈറ്റ് ഇതൊക്കെ ഡയറക്റ്റ് ലൈറ്റ് വിസിബിൾ ആവുന്നതാണ്. ഇതിൽ ഡയറക്റ്റ് ലൈറ്റ് വിസിബിൾ ആവില്ല, എന്നാൽ ഇതുവഴി ലൈറ്റ് ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. വീതി കൂടിയ മോഡലുകളുണ്ട്. ഇത് ശരിക്കും ഒരു 4-5 ഇഞ്ച് വരെയുള്ള സൈസിലുള്ളതാണ്. ഇനി വേറൊരു ടൈപ്പ് എന്ന് പറയുന്നത് ക്യാബിനറ്റിന്റെ അകത്ത് ജസ്റ്റ് ആ ലൈറ്റ് സോഴ്സ് കാണാതെ ലൈറ്റ് മാത്രം കാണുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതും ആ ഒരു മെത്തേഡാണ്. ഇതിനെയൊക്കെ നമ്മൾ ക്യാബിനറ്റിന്റെ അകത്തും ഫോൾ സീലിംഗിന്റെ അകത്ത് ഫോൾ സീലിംഗിന്റെ അകത്ത് കോവ് ലൈറ്റുകളായിട്ട് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ സീലിംഗ് മൗണ്ടഡ് ലൈറ്റുകളാണ്. ഇതെല്ലാം ക്യാബിനറ്റ് ലൈറ്റുകളാണ്. ഇതിൽ ഈ മുകളിൽ കാണുന്ന ഇത്
ജിപ്സം ഒരു റൂമിൻ്റെ ബെഡ്റൂമിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും റൂമിൻ്റെയൊക്കെ കോർണറിലൂടെ കോർണിസ് വെക്കുന്ന പോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ലൈറ്റാണ്. അതിൻ്റെ ഈ പോർഷനിൽ ഫോൾ സീലിംഗ് പിടിപ്പിച്ച് പുട്ടിയിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ലൈറ്റ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്ന, ഇവിടെ സാമ്പിളായിട്ട് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഈ കോർണറിലൂടെ ആ ലൈറ്റ് മുകളിൽ പോയിരിക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ ഇവിടെയും അതേപോലെയുള്ള ലൈറ്റുകൾ യൂസ് ചെയ്യുന്നത് ഒരു റൂമിൻ്റെയൊക്കെ ചുറ്റിനും ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സാണത്. അതേപോലെ തന്നെയുള്ള രണ്ട് റൂമിൻ്റെ കോർണിസ് ഡിസൈനായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോർണിസായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റാണിത്. കോർണിസ് ഡിസൈൻ ആയിട്ടും അത് യൂസ് ചെയ്യാം. കോർണിസ് ഡിസൈൻ നമുക്ക് കിട്ടും, അതിൻ്റെ അകത്ത് തന്നെ ലൈറ്റും വരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് സ്കേർട്ടിംഗ് ലൈറ്റുകളാണ്. ഇത് നമുക്ക് ഒരു ക്യാബിനറ്റിൻ്റെയൊക്കെ സ്കേർട്ടിങ്ങുകൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ലൈറ്റ്സാണ്. ഇതൊരു സ്കേർട്ടിംഗ് ആണ്. ഇത് പല സൈസിലുള്ളത്, 2 ഇഞ്ചിൻ്റെത്, 3 ഇഞ്ചിൻ്റെത്, ഇത് 2 ഇഞ്ചിൻ്റെത്, ഇങ്ങനെയുള്ള ഇത് സ്കേർട്ടിംഗ് ആയിട്ട് ക്യാബിനറ്റിൽ സ്കേർട്ടിംഗ് ആയിട്ട് ഫിക്സ് ചെയ്യുകയും ചെയ്യാം. ഇതുപോലെ ചെയ്തിരിക്കുന്ന ഒരു ക്യാബിനറ്റിൻ്റെ താഴെ ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. ഇതിന് ഒരു റിമോട്ടും കൂടെ വെച്ചിട്ട് നമുക്ക് ഇതിന് ഓൺ ഓഫും റിമോട്ട് ഫെസിലിറ്റിയും കൂടെ ഇതിലുണ്ട്. ഇതിന് റിമോട്ടിലും നമുക്ക് ഓൺ ചെയ്യാനും റിമോട്ടിൽ തന്നെ ഓഫ് ചെയ്യാനും പറ്റും. ഈ കാണുന്നത് ഫ്ലെക്സിബിൾ ലൈറ്റുകളാണ്. ഫ്ലെക്സിബിൾ ലൈറ്റ്, അതായത് ഇതിനെ നമുക്ക് ബെൻഡ് ചെയ്യാം. ഇത് ഏത് ഷേപ്പിലേക്കും ഇതിനെ ബെൻഡ് ചെയ്യാവുന്ന ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലൈറ്റുകളാണ്. ഇതുപോലെയുള്ള ഫ്ലെക്സിബിൾ ലൈറ്റുകൾ വെച്ച് ചെയ്തിരിക്കുന്ന ഷേപ്പാണിത്. നമുക്ക് ഏത് രീതിയിലുള്ള ഷേപ്പിലേക്കും നമുക്കിതിനെ വളച്ച് നമുക്ക് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വോളിലോ അല്ലെങ്കിൽ ക്യാബിനറ്റ്സ്, വോൾ പാനലിങ്സ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് വീടിൻ്റെ കോർണിസ് ഡിസൈനുകളുടെ വിത്ത് ലൈറ്റായിട്ട് വരുന്ന പ്രൊഫൈൽ ലൈറ്റ്. ഇത് സെയിം ടൈം കോർണിസ് വിത്ത് ലൈറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ കാണുന്നത് ഒരു ഫ്ലെക്സിബിൾ പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ്. വോളില്, സീലിംഗില്, അല്ലെങ്കിൽ ക്യാബിൻസിന്റെ ഒക്കെ അകത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കേർവ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ ലൈറ്റ്, ഇത് ഈ കാണുന്ന പോലെയുള്ള ഇതുപോലെയുള്ള ഒരു ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റിംഗ് സിസ്റ്റമാണ്. ഇത് ചെയ്തിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഇതിൽ രണ്ട് പ്രോഡക്റ്റ്സ് ആണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് നമ്മുടെ നോർമൽ ഒരു സ്ട്രിപ്പ് ലൈറ്റ്. നോർമൽ സ്ട്രിപ്പ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു LED സ്ട്രിപ്പ് ലൈറ്റ് ആണെന്നേ ഉള്ളൂ. അത് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ട്രിപ്പ് ലൈറ്റ് ആണ്. അതിനെ ഇതൊരു MDF ഒരു മൾട്ടിവുഡിന്റെ പീസാണ്. അല്ലെങ്കിൽ വോളിലാണെങ്കിലും സീലിംഗിലാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു ഗ്രൂ ഉണ്ടാക്കി ഈ സ്ട്രിപ്പിനെ നമ്മളിവിടെ സിലിക്കോൺ വെച്ച് ഫില്ല് ചെയ്ത്, അല്ലെങ്കിൽ അതിന്റെ കൂടെ വരുന്ന സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് അതിനെ ഫിറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഫിക്സിങ് ചെയ്തിരിക്കുന്നത്. സിലിക്കോൺ ഫിറ്റ് ചെയ്ത് ഇതിന്റെ ബാക്കിൽ പശയുണ്ട്, പക്ഷെ എന്നാലും അതിന്റെ ഒരു എക്സ്ട്രാ സ്ട്രെങ്തിന് വേണ്ടി അവർ സിലിക്കോണും കൂടെ യൂസ് ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെ LED സ്ട്രിപ്പ് ഫിക്സ് ചെയ്തിട്ട് അതിന്റെ മുകളില് ഒരു ഡിഫ്യൂസർ, ഇതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അത് വെച്ചിട്ടുള്ള ഡിഫ്യൂസറും കൂടെ ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്ത് അതിനെ കവർ ചെയ്ത് വെക്കുമ്പോഴാണ് നമുക്ക് ഈ രീതിയിലുള്ള ഒരു ലൈറ്റ് ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് യൂസ് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു LED സ്ട്രിപ്പാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ നോർമൽ LED സ്ട്രിപ്പ്. ഈ നോർമൽ LED സ്ട്രിപ്പിനെ നമുക്ക് ഈ രീതിയിൽ, അതായത് ഈ ഷേപ്പിൽ ഇങ്ങനെ വളയ്ക്കാൻ പറ്റില്ല. അതായത് ഇങ്ങനെ മാത്രമേ വളയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ വളയ്ക്കാൻ ഈ സ്ട്രിപ്പ് വളയ്ക്കാൻ പറ്റില്ല. നമ്മൾ സാധാരണ കാണുന്ന LED സ്ട്രിപ്പ് ഇങ്ങനെ വളയില്ല, ഇങ്ങനെ മാത്രമേ വളയത്തുള്ളൂ. പക്ഷെ ഇതിനു വേണ്ടി ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു പർപ്പസിന് വേണ്ടി ഒരു പ്രത്യേക തരത്തിലുള്ള LED സ്ട്രിപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഓരോ ഇങ്ങനെ ഒരു U ഷേപ്പിലുള്ള കട്ടിങ്ങുകൾ കാണാം. ഇതിനെ ഇങ്ങനെ മാത്രമല്ല, ഇതിനെ നമുക്ക് ഇങ്ങനെ ഈ രീതിയിലും വളയ്ക്കാൻ പറ്റും. ആ രീതിയിൽ അങ്ങനെയും കൂടെ വളയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ LED സ്ട്രിപ്പ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വളച്ചാൽ നമുക്ക് ഇതേപോലെ ഒട്ടിക്കാനും
ആ LED സ്ട്രിപ്പ് വർക്ക് ചെയ്യുമ്പോൾ ലൈറ്റ് ഡയറക്റ്റ് ഇങ്ങോട്ട് തന്നെ വരികയും ചെയ്യും. നോർമൽ ഒരു സ്ട്രിപ്പ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇവിടെ നിന്ന് ഇങ്ങനെ വളയ്ക്കാൻ പറ്റില്ല, ഈ ഒരു ഷേപ്പിൽ വരില്ല, ഇങ്ങനെ മാത്രമേ വരത്തുള്ളൂ. ഇങ്ങനെ വരുന്ന ലൈറ്റ് ഇങ്ങോട്ടായിരിക്കും പോവുക. അതുകൊണ്ട് ആണ് ഇതിന് ഈ ഒരു തരത്തിലുള്ള LED സ്ട്രിപ്പ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ട ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഈ ലൈറ്റുകളുടെ പല തിക്നെസ്സുകൾ, പല വിഡ്ത്ത്, പല മെഷർമെന്റിലുള്ള പല തിക്നെസ്സിലുള്ളത് അവൈലബിൾ ആണ്. ഈ കാണുന്നതാണ് അതിന്റെ സാമ്പിളുകൾ. ഇവിടെ ചെറിയ ഈ ഒരു 5 mm തൊട്ട് ഇപ്പോൾ ഇത് 25 mm വരെയുള്ള പല തിക്നെസ്സിലുള്ള കാണുന്നുണ്ട്. അതേപോലെ പല ഷേപ്പിലും. അപ്പം നമുക്കിത് വാളിൽ നിന്ന് ഒരു പ്രൊജക്ഷൻ വേണമെങ്കിൽ, അപ്പോൾ ഇതിങ്ങനെ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കേണ്ട രീതിയിലാണെങ്കിൽ, ഇതിന് ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ വേണമെങ്കിൽ പോലും ചെയ്യാനുള്ള പ്രോഡക്റ്റ് ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ ഒരു കോർണർ പീസായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഒരു കോർണറിലായിട്ട് ഇങ്ങനെ വേണമെങ്കിൽ കോർണറിലായിട്ട് വെക്കാനായിട്ടുള്ള പ്രൊഫൈൽ അവൈലബിൾ ആണ്. ഇതിലും വിഡ്ത്തുള്ള, ഇതൊരു 40 mm 50 mm വരെയുള്ള സൈസിലുള്ള വലിയ പ്രൊഫൈൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെയുള്ള അതിൻ്റെ തന്നെ പല കളേഴ്സ്, ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറുണ്ട്, പല കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. വളരെ തിന്നായിട്ടുള്ളത് അവൈലബിൾ ആണ്. ഇത് അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കണക്ഷൻസ്, ജോയിന്റ്സ്, അങ്ങനെയുള്ള സാധനങ്ങളാണ്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇത് പവർ സപ്ലൈ, ഇത് അതിന്റെ കണക്ടേഴ്സ് ആണ്, പവർ സപ്ലൈ കണക്ടേഴ്സ് ആണ്. ഇവിടുന്നായിരിക്കും ഒരു ഡ്രൈവ് പവർ സപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇതൊരു കണക്ടറാണ്, ഇത് കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഈ ഒരു ഷോപ്പില് ഇവർ ഇങ്ങനെയുള്ള ട്രാക്ക് ലൈറ്റുകൾ മാത്രമാണ്, ട്രാക്ക് ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റുകളുമാണ് ഇവർ ഡീൽ ചെയ്യുന്നത്. ഈ ട്രാക്കിനെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് സർക്കിൾസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞ ട്രാക്ക് ലൈറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ ബെൻഡഡ് ട്രാക്ക് ലൈറ്റിലും ചെയ്യാം. ഇതുപോലെ ഫോക്കസ് ലൈറ്റുകൾ വെക്കാം. അതുപോലെ കോർണർ മാത്രം വേണമെങ്കിൽ ഫില്ലറ്റ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതായത് ഈ ട്രാക്ക് ലൈറ്റ് നമുക്കൊരു വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നമ്മുടെ ഇഷ്ടത്തിന് വളയ്ക്കാനും ഒക്കെ പറ്റുന്ന, അല്ലെങ്കിൽ പല ഷേപ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് തരുന്നുണ്ട്. ട്രാക്ക് ലൈറ്റിംഗ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ലൈറ്റിംഗ് മെത്തേഡാണ്. നമ്മളിവിടെ ചൈനയിലാണെങ്കിലും നോക്കിയാൽ കൂടുതലും ട്രാക്ക് ലൈറ്റിംഗ് ആണ് ഇവിടുത്തെ ഡിസൈനിങ്ങിലൊക്കെ കാണുന്നത്. നമ്മുടെ നാട്ടിലും ആ ട്രാക്ക് ലൈറ്റിംഗ് എന്നുള്ള ആ ഒരു ട്രെൻഡ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ട്രാക്ക് ലൈറ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.